ചെങ്ങന്നൂരിൽ BDJSന്റെ വോട്ട് NDAക്ക് നിലപാട് വ്യക്തമാക്കി തുഷാർ വെള്ളാപ്പള്ളി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇടയ്ക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിന്നെങ്കിലും അത് വ്യക്തമായി തന്നെ പുറത്ത് പ്രകടിപ്പിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ ചെങ്ങന്നൂരിൽ NDAക്ക് തന്നെ വോട്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണോ തുഷാർ? തീർച്ചയായും വളരെ വലിയ സമ്മർദ്ദമാണ് പാർട്ടിക്ക് മേൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ BDJSന്റെ സഹകരണം വേണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര നേതൃത്വം പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര നേതൃത്വം ഇതിനിടയിൽ ബാംഗ്ലൂരിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളിയുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങളിൽ BDJS പ്രവർത്തകർ പൂർണ്ണമായി പങ്കെടുക്കുമോ എന്ന കാര്യത്തോട് കൃത്യമായി അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പിന്തുണ NDAക്കാകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അനീഷ്, പാർട്ടിക്ക് മേലുണ്ടായ ഒരു സമ്മർദ്ദങ്ങളെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും പെട്ടെന്നൊരു നിലപാട് വ്യക്തമാക്കി എന്നാണോ അറിയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം തുഷാർ വെള്ളാപ്പള്ളി ഉന്നയിച്ച 3 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, പാർട്ടിക്ക് നൽകേണ്ട സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച കൃത്യമായ ഉറപ്പ് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നൽകുക. 2, പാർട്ടി ഭാരവാഹിയെ അവമതിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ MP സ്ഥാനം ലഭിക്കുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി. ഈ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ, അതായത് BJP നേതൃത്വത്തിന്റെ ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നത്. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്നു. കുറ്റക്കാരെ കണ്ടെത്തുകയും വേണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ ഇത്തരത്തിലൊരു കുറ്റക്കാരെ കണ്ടെത്തുകയോ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുകയോ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഒപ്പം കേന്ദ്ര സർവകലാശാലയ്ക്ക് പേര് നൽകുന്ന അടക്കമുള്ള ചില പ്രശ്നങ്ങൾ കൂടി തുഷാർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകുന്ന അടക്കമുള്ള ചില വിഷയങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ നിലവിൽ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായി ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായ ഒരു ഉറപ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് പ്രചാരണം നീങ്ങുമ്പോൾ ആദ്യഘട്ടം മുതൽ കൃത്യമായ നിസ്സഹകരണമായി മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി നിൽക്കുന്നത് NDAയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ ഏറെ ദുഷ്കരമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്ങന്നൂരിൽ BDJSന്റെ വോട്ട് NDAക്ക് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. നിലപാട് വ്യക്തമാക്കി തുഷാർ വെള്ളാപ്പള്ളി. എങ്ങനെ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളാരും ഇതിപ്പം NDAക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ നിൽക്കുന്ന ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം ഞങ്ങൾക്കുണ്ടായ പോലെ തന്നെ അണികൾക്കുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതോടെ ഫീൽഡിൽ പോയല്ലോ പറയാൻ കഴിയൂ.